ഒരു മാസമായി ഈ കുടുംബം കടലിൽ അലഞ്ഞു നടക്കുകയായിരുന്നു. എല്ലാ ദിവസവും അവർ ജീവനുള്ള മത്സ്യം കഴിച്ചു. എന്നാൽ ഒരു ദിവസം പിതാവിന്റെ വിശപ്പ് വളരെ രൂക്ഷമായി മകൻ തന്റെ അടുത്തിരിക്കുന്നതായി കണ്ട് അവനെ ഭക്ഷിക്കാൻ തീരുമാനിച്ചു. ക്രൂരനായ പിതാവ് മകനെ ആക്രമിക്കാൻ പോകുമ്പോൾ അമ്മ ഒരു ഇരുമ്പ് വടിയെടുത്ത് ഭർത്താവിനെ കൊന്നു മൃതദേഹം കടലിലേക്ക് എറിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ റേച്ചൽ അകലെ ഒരു കര കണ്ടു. ആദ്യം അതൊരു ഭ്രമാത്മകതയാണെന്ന് അവൾ കരുതി. പക്ഷേ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ അത് ശരിക്കും ഒരു ചെറിയ ദ്വീപാണെന്ന് അവൾ മനസ്സിലാക്കി. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ബോട്ട് നങ്കൂരമിട്ടു. റേച്ചൽ കുട്ടികളുമായി ഇറങ്ങി. അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നതായിരുന്നു അവളുടെ ആദ്യ ചിന്ത. ഒരു കല്ലുകൊണ്ട് ഒരു തേങ്ങ പൊട്ടിച്ച് കുറച്ച് വെള്ളം കുടിച്ചു. ബാക്കിയുള്ളത് കുട്ടികൾക്ക് കൊടുത്തു. പിന്നെ അവൾ ഒരു മൂലയിൽ ഒരു ടാർപോളിൻ വിരിച്ചു. അവളുടെ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വലിച്ചു ഒരു ചെറിയ കൂടാരം സ്ഥാപിച്ചു. അതിനുശേഷം അവൾ കുട്ടികളെയും കൂട്ടി ദ്വീപ് പര്യവേക്ഷണം ചെയ്യാൻ പുറപ്പെട്ടു. കുറച്ച് ചുവടുകൾ കഴിഞ്ഞപ്പോൾ അവരൊരു തെളിഞ്ഞ നീരുറവ കണ്ടെത്തി. റേച്ചൽ തന്റെ കെറ്റിൽ വെള്ളം നിറച്ച് കുറച്ചുകൂടി മുന്നോട്ട് പോയി. അവിടെ വാഴയും പപ്പായയും തെങ്ങും ഉണ്ടായിരുന്നു. ഇനി എന്റെ കുട്ടികൾ ഒരിക്കലും പട്ടിണി കിടന്ന് മരിക്കില്ല എന്ന് അവൾ കരുതി. പക്ഷേ പിന്നീട് കാലാവസ്ഥ മാറി. പെട്ടെന്ന് ഒരു കനത്ത മഴ ആരംഭിച്ചു. കുട്ടികളെയും കൂട്ടി റേച്ചൽ കൂടാരത്തിലേക്ക് ഓടി. പക്ഷേ അവൾ നിർമ്മിച്ച കൂടാരത്തിന് കൊടുങ്കാറ്റിനെ നേരിടാൻ കഴിഞ്ഞില്ല. മറ്റു മാർഗമില്ലാതെ അവൾ അവരെ പുതപ്പിൽ പൊതിഞ്ഞ് നനയുകയോ തണുപ്പിക്കുകയോ ചെയ്യാതിരിക്കാൻ മുറുകെ പിടിച്ചു. മഴ നിലച്ചപ്പോൾ കൂടാരം പൂർണ്ണമായും നശിച്ചു. പുതിയൊരു ഷെൽട്ടർ പണിയേണ്ടി വരുമെന്ന് റേച്ചലിന് അറിയാമായിരുന്നു. അപ്പോൾ അവളുടെ മകൻ വിളിച്ചു പറഞ്ഞു, നോക്കൂ അമ്മേ. റേച്ചൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അകലെ ആളൊഴിഞ്ഞ ദ്വീപിൽ ഒരു ചെറിയ മരക്കുടിൽ കണ്ടു.